ഞാനുണ്ടല്ലോ ഈ ഡെയിലി വ്ലോഗ് ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. അപ്പോൾ കുറച്ച് ദിവസം ഇടാതാവുമ്പോൾ നമ്മുടെ മെസ്സേജിൽ വന്നിട്ട് നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ചില അനിയത്തിക്കുട്ടിമാരുണ്ട് ട്ടോ. അവർ പറയും ചേച്ചി എല്ലാ ദിവസവും വ്ലോഗ് ഇട്ടൂടെ എന്നൊക്കെ. സത്യം പറഞ്ഞ് ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞാനിതുപോലെ ഞാനും അമ്മയും അടുക്കളയിൽ നിൽക്കുന്നതും പിള്ളേരെ നോക്കുന്നതും പിന്നെ നമ്മുടെ ദിവസമുള്ള കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ എടുത്ത് വെക്കും. പക്ഷേ അത് എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ എനിക്ക് പിന്നെ അയ്യോ ഇതൊരു രസമില്ല കാണാൻ എന്നൊക്കെ ഓർത്ത് നെഗറ്റീവ് അടിച്ച് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയും. ഇപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും വെക്കേഷനൊക്കെ ആവാറായല്ലോ. അപ്പോൾ എന്നാൽ പിന്നെ ഡെയിലി വ്ലോഗൊക്കെ പതുക്കെ അങ്ങനെ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഇന്നത്തെ വ്ലോഗ് ഞാൻ എടുത്തിട്ടുണ്ട് ട്ടോ. അപ്പോൾ രാവിലെ ഇതുപോലെ തന്നെ ഞാനും അമ്മയും അടുക്കളയിലായിരിക്കും. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേക്കും പാറുക്കുട്ടിയും ആര്യൻകുട്ടനൊക്കെ എഴുന്നേറ്റ് വരും. അപ്പോൾ പാറുക്കുട്ടിനെ ഞാൻ റെഡിയാക്കുന്ന സമയത്ത് ആര്യൻകുട്ടനെ അമ്മ നോക്കും, ആര്യൻകുട്ടന് ഫുഡൊക്കെ അമ്മ കൊടുക്കും. അപ്പോൾ അപ്പോഴത്തേക്കും പാറുക്കുട്ടിയുടെ റെഡി അവരൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിയും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ചക്കരയ്ക്കും വിയൂട്ടനും പാസ്പോർട്ട് ഓഫീസിൽ പോകണമായിരുന്നു. അപ്പോൾ അവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാറുട്ടി ഇതേ ചക്കരയുടെ ഫോട്ടോസൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് അച്ഛൻ്റെ കൂടെ പോവാണ്. വിശ്വനും പാറുക്കുട്ടിയും പോയ പുറകെ തന്നെ ചക്കരയും വിയൂട്ടനും അച്ഛനും കൂടെ പാസ്പോർട്ട് ഓഫീസിലേക്കും പോയിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഞാൻ ആര്യൻകുട്ടന് ഫുഡൊക്കെ കൊടുക്കാം കേട്ടോ. ചില ദിവസം മാത്രം ആര്യൻകുട്ടൻ ഇങ്ങനെ മുറ്റത്തൊക്കെ കൊണ്ട് നടക്കേണ്ടി വരും. അല്ലെങ്കിൽ അവനെ കൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ഫുഡൊക്കെ അവന് വിശക്കാനുണ്ടെങ്കിൽ അവൻ കഴിച്ചോളും. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ആര്യൻകുട്ടൻ ഉറങ്ങി. ഞാൻ വീണ്ടും അമ്മയുടെ അടുത്തേക്ക് അടുക്കളയിലേക്ക് പോയിട്ടോ. ആര്യൻകുട്ടൻ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവനിപ്പോൾ നടന്നു തുടങ്ങിക്കുന്നുണ്ട്. അവനെക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൻ വാതിലുമ്മ കട്ടിളപ്പടിയിൽ പിടച്ച് കയറല്, ജനലുമ്മ കയറും, സ്റ്റെപ്പിൽ കയറും, എല്ലാത്തിനും പോരാഞ്ഞിട്ട് ഇപ്പോൾ എന്നമ്മയുടെ വാക്കറുണ്ട്. ഈ വാക്കർ പിടിച്ച് കുലുക്കല്, വാക്കർ ഉന്തിയിടലൊക്കെയാണ് അവൻ്റെ മെയിൻ ഹോബികൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് പാറുക്കുട്ടി എത്തി. പാറുക്കുട്ടി പഠനത്തിലാണ്. അപ്പോൾ പാറുക്കുട്ടിയുടെ സ്റ്റഡി ടേബിൾ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സ്റ്റഡി ടേബിൾ മൊത്തം പാറുക്കുട്ടിയുടെ കലാവിരുതാണ്. അപ്പോൾ ഇന്നത്രയൊക്കെ ഉള്ളൂ. വീണ്ടും പുതിയൊരു വ്ളോഗായിട്ട് കാണാം.